കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാപകമായിട്ട് ഇപ്പോൾ ഒരു പ്രചരണത്തിലാണ്. നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ മാത്രം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ഘട്ടത്തിലും സേഫ് അല്ലാത്തതിന്റെ പേരിലാണ് ഇതുപോലുള്ള പ്രചരണങ്ങൾ തീവ്രമായി കൊണ്ടുവരുന്നത്. അപ്പോൾ BJPയുടെ പരാജയം മണക്കുന്നു. അതുകൊണ്ട് നിരന്തരമായിട്ട് ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി എന്നുള്ളൊരു വലിയ ആരോപണം. എത്രത്തോളം ഉണ്ട് ഇങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു പ്രതികരണം? തീർച്ചയായും അതൊരു സത്യത്തിലൊരു കുപ്രചരണം തന്നെയാണ്. നരേന്ദ്രമോദി മുസ്ലിം സമുദായത്തിനെതിരെ വ്യാപകമായിട്ട് അദ്ദേഹം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് പറയുന്നത് കുപ്രചരണമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? മൻമോഹൻ സിംഗ് പറഞ്ഞൊരു കാര്യം, ആ പറഞ്ഞ കാര്യത്തെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ആന്ധ്രാപ്രദേശിൽ ആവർത്തിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളെയും അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ സംവരണം ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. ആ സാഹചര്യത്തെയാണ് സത്യത്തിൽ നമ്മുടെ ആദരണീയനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ആ സാഹചര്യത്തെ പറയാതെ അദ്ദേഹത്തിന്റെ വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദി വിഷലിപ്തമായിട്ടുള്ള ഒരു പ്രചരണമാണ് നടത്തുന്നത് പറയാനുള്ള, വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ആ ശ്രമം ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റില്ല. കാരണം നരേന്ദ്രമോദി വന്ന പാത കനൽ വഴികളിലാണ്. നമുക്കറിയാം, അദ്ദേഹത്തെ ആരും മെത്തയിട്ട് സ്വീകരിച്ചിട്ടില്ല. ഇതിനേക്കാൾ കൂടുതൽ ആക്രമണങ്ങൾ നേരിട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ ചരിത്രത്തിലെ, ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമുക്കല്ല, ഗുജറാത്ത് കലാപം മുതൽ അദ്ദേഹം കേട്ടിട്ടുള്ള പഴികൾ, അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിലുള്ള നികൃഷ്ടമായ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ വിളിച്ചത്, അതൊക്കെ നമുക്കറിയാലോ. അദ്ദേഹത്തിന് മരണത്തിന് വ്യാപാരി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന് പല രീതിയിൽ അദ്ദേഹത്തിന് അവഗണിച്ചു. ഒരു പറ്റ ആളുകൾ അമേരിക്കയിലെ വിസ പോലും അദ്ദേഹത്തിന് നൽകരുതെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു രാജ്യത്തിന് വേണ്ടി അവിടുത്തെ പ്രസിഡന്റിന് കത്തയക്കുന്നു. അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് വളർന്നു വന്നതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും ഏശില്ല. അദ്ദേഹം എന്താ പറയല്ലേ, ഈ മെത്ത വിരിച്ചിട്ടൊന്നും വന്ന ആളൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു കുടുംബ ഭരണത്തിന്റെ, കുടുംബാധിപത്യത്തിന്റെ ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെ മകനായിട്ട് വന്നതല്ല. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായ ഒരു വ്യക്തതയുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ നിരന്തരമായിട്ട് നരേന്ദ്രമോദി ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ കള്ളപ്രചരണങ്ങൾ മാത്രം നടത്തുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു മതവിഭാഗത്തെ തെറ്റിദ്ധാരണയിലൂടെ അവരുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ പക്ഷത്തായിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയാണോ ഈ ഒരു നിരന്തരമായിട്ട് ഈ മോദി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അത് ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ്. കാരണം ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർക്കാനുള്ള വലിയൊരു ശ്രമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒരു പറ്റം മാധ്യമങ്ങളും കൃത്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് കേരളമാണ് ഇവിടെ അജണ്ട. ഈ ഒരു CAA വിഷയത്തിന്റെ ഒരു പ്രചരണമൊന്നും നിങ്ങൾ ഉത്തർപ്രദേശിലോ, കാരണം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ അല്ലെങ്കിൽ നമ്മുടെ കർണാടകത്തിൽ പോയാൽ പോലും കാണാൻ സാധിക്കില്ല. കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഇടതിനാണോ വലതിനാണോ വേണ്ടത് എന്ന തർക്കമാണ് സത്യത്തിൽ. കാരണം എല്ലാ സമയത്തും ഈ മുസ്ലിം സമുദായത്തെ വികാര പ്രക്ഷുബ്ധതയിൽ നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള വലിയൊരു തന്ത്രമാണ് ഇവർ പയറ്റിയത്. അതിന് ആദ്യമായിട്ട് കേരളത്തിൽ മുന്നോട്ട് വന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനായിരുന്നു. VD സതീശനും മോശമായിരുന്നില്ല, കുഞ്ഞാലിക്കുട്ടിയും മോശമായിരുന്നില്ല. എല്ലാവരും കൃത്യമായി CAA വിഷയത്തിൽ കൃത്യമായിട്ട് കേരളത്തിൽ വർഗീയ പ്രചരണം നടത്തി. ആ വർഗീയ പ്രചരണത്തെ നമ്മൾ കൃത്യമായിട്ട് കേരളത്തിൽ മുസ്ലിം സമൂഹം തന്നെ ചെറുത്തു തോൽപ്പിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം നിങ്ങൾ നോക്കൂ, രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ ഇലക്ഷൻ നടന്നത്. ഇവർ വിചാരിച്ച CAA പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് CAA മുസ്ലിം സമുദായത്തിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു നുണപ്രചരണം നടത്തി കഴിഞ്ഞാൽ മുസ്ലിം സമുദായം മുഴുവൻ സംഘടിതമായി വന്ന് BJPക്കെതിരായി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇവർ കിനാവ് കണ്ടു. എന്നാൽ സത്യത്തിൽ എന്താ സംഭവിച്ചത്? പൊന്നാനി ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ തന്നെ പോളിംഗ് പെർസെന്റേജ് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ആരെങ്കിടെയും വികാര പ്രക്ഷുബ്ധതയ്ക്ക് നിന്നുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മുസ്ലിം സമൂഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ വികസനത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ മുത്തലാഖ് പോലുള്ള വിഷയങ്ങൾ, മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങൾ അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന വിഷപ്രചരണങ്ങൾ ഒന്നുമേൽക്കില്ല. നരേന്ദ്രമോദിയുടെ വികസനത്തിനൊപ്പം മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹവും സിഖ് സമൂഹവും പാഴ്സി സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഗുജറാത്തിലെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് കലാപത്തെ പറ്റിയിട്ട് എല്ലാ വർഷവും ഈ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ഗുജറാത്ത് കലാപം മോദിയാണ്. പക്ഷേ ഗുജറാത്തിലെ 26 സീറ്റുകളിൽ ഒരു സ്ഥലത്ത് പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇത്തവണ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായും നമ്മൾ പറയുമല്ലോ, ഇതൊക്കെ ഈ പ്രീണനം എന്ന് പറയുന്നത് കേവലം ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് തട്ടാനുള്ള
ആസൂത്രിതമായിട്ട് ശ്രമമാണ്. ഇത് നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ആ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താലോ, അങ്ങനെ ചെയ്യാലോ. ഞങ്ങൾ ഗോദ്ര ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ പോലും നിർത്തിയിട്ടില്ല. ഇതിനു മുമ്പ് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുസ്ലിം എം പിമാരുണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, എം പിമാരുണ്ടായിരുന്ന സ്ഥലമാണ്, MLA മാരുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു സീറ്റിലെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന വലിയൊരു പിന്തുണ പല വിഷയങ്ങളും ഇവർ പറയുന്നുണ്ടല്ലോ, മോഡി വിരുദ്ധനാണെന്ന്. അതുകൊണ്ട് ഒരാളെ പോലും നിർത്താൻ ഇവർ തയ്യാറാവുന്നില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താണ്? അപ്പൊ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അപ്പൊ നമ്മൾ ഇവര് എല്ലാ സമയത്തും ആദ്യം പറഞ്ഞിരുന്നത് ബാബരി മസ്ജിദാണ്. അപ്പൊ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർന്ന് തരിപ്പണമായതിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് വൈകാരികമായി മുസ്ലിം സമൂഹത്തെ ഇവർ എല്ലാ സമയത്തും ഇങ്ങനെ വികാരപ്രക്ഷോഭം നിർത്താൻ ശ്രമിച്ചു. മുസ്ലിം സമൂഹം കൃത്യമായിട്ട് രാംലല്ലയുടെ വരവോടുകൂടി അതിന് കൃത്യമായിട്ട് നമുക്കറിയാം മുസ്ലിം സമൂഹത്തിന്റെ ഒത്തുതീർപ്പോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സഹായത്തോട് കൂടിയിട്ട് തന്നെയാണ് നമുക്കറിയാം അവിടെ രാംലല്ലയുടെ വരവും ബാക്കിയുള്ള കാര്യം. അവർ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട മുസ്ലിം സമുദായം അവിടെ അതിന്റെ ആ കേസിലെ കക്ഷിയായിരുന്ന ആള് പോലും നമുക്കറിയാം നമ്മളുടെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അവിടെ വന്ന കാര്യം. രണ്ടാമത് ഇവർ പറയുന്നത് ഗുജറാത്തായിരുന്നു. ഗുജറാത്തിലെ ശൂലം, ഗർഭിണി, അങ്ങനെയുള്ള കള്ളക്കഥകളായിരുന്നു. അപ്പോൾ അതും പൊളിഞ്ഞു. പിന്നെ മൂന്നാമതായപ്പോഴാണ് ഇവർ CAA-യും അല്ലെങ്കിൽ NRC-യുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തെ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രക്ഷുബ്ധാവസ്ഥയ്ക്ക് നിന്നു കൊടുക്കാൻ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഇലക്ഷൻ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 404 സീറ്റ് എന്നുള്ളത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് BJPക്ക് അത് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു നമ്പർ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ രാജ്യത്ത്. തീർച്ചയായും രാജ്യത്ത് അനുകൂലമായിട്ടുള്ള, മോദിക്ക് അനുകൂലമായിട്ടുള്ള, BJPക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം 10 വർഷമായി ഈ രാജ്യത്തിലെ സർവ്വസാധാരണ ജനങ്ങളുടെ ഓരോ വീട്ടിലും വികസനം എത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നിങ്ങൾ നോക്കുക, രാജ്യം എല്ലാ അർത്ഥത്തിലും നമ്മൾ നോക്കണം, സർവ്വസാധാരണക്കാരായ ആളുകൾക്ക് വീട് ലഭിക്കുന്നു. ഈ രാജ്യത്തിലെ 10 കോടി ജനങ്ങൾ ഒരു കൂരയിൽ മഴയും വെയിലും വിയർപ്പും കൊള്ളാതെ അവൻ സ്വന്തമായിട്ട് കിടക്കാൻ ഒരു കൂര കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. 20 കോടി ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുത്ത സർക്കാരാണ്. ഈ രാജ്യത്തിലെ 6 കോടി ജനങ്ങൾക്ക് ടോയ്ലറ്റ് നൽകിയ സർക്കാരാണ്. ഇപ്പോഴും 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ട് റേഷൻ നൽകുന്ന സംസ്കാരം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ തീരില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇപ്പൊ ഇൻഷുറൻസ് പദ്ധതി, ഇപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അവനൊരു അപകടം സംഭവിച്ചാൽ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ 5 ലക്ഷം രൂപ വരെ സൗജന്യമാക്കിക്കൊണ്ടുള്ള ഇൻഷുറൻസ് കൊടുക്കുന്ന മോഡിയുടെ പദ്ധതി, ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പദ്ധതികൾ. അപ്പൊ അതുകൊണ്ട് ഒരു അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്താണെന്ന് അറിഞ്ഞ നാളുകളായിരുന്നു ഈ 10 വർഷം. ഇനി ഇടത്തരക്കാരനെ സംബന്ധിച്ചിടത്തോളം നോക്കുക, വലിയ ടാക്സ്, ഇപ്പൊ നമുക്ക് നികുതി ഇനത്തിലൊക്കെ അവർ വലിയ രീതിയിലുള്ള 7 ലക്ഷം രൂപയ്ക്ക് അപ്പുറം ഉള്ള ആളുകൾക്ക് നമുക്കറിയാം നികുതി ഇനത്തിലൊക്കെ കിട്ടുന്ന ടാക്സ് അളവുകൾ. അതുപോലെ തന്നെ എല്ലാ ബിസിനസ് ചെയ്യുന്നവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വികസനം എന്താണെന്നും രാജ്യം എങ്ങോട്ട് പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം പെടുന്ന ആളുകളും BJPക്ക് അനുകൂലമായി ചിന്തിക്കും. അതുകൊണ്ട് 400+ എന്ന് പറയുന്ന സംഖ്യ അത് നിഷ്പ്രയാസം BJP സാധിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്. അവസാനമായിട്ട് ദക്ഷിണേന്ത്യയിൽ എന്താണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? മുന്നോട്ട് പോരുമോ? അല്ലെങ്കിൽ പ്രജ്വൽ രേവണ്ണ അടക്കമുള്ള ആളുകളുടെ പല സഖ്യ BJP അല്ല, പക്ഷെ BJPക്കാരനാണ് ഈ പ്രജ്വൽ രേവണ്ണ എന്നുള്ള രീതിയിലേക്കാണ് കേരളത്തിലടക്കം പ്രചരണം നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം BJPയുടെ ദക്ഷിണേന്ത്യയിലെ പെർഫോമൻസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യവും ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ പല ആളുകളുമായിട്ട് സഖ്യമുണ്ടാകും. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കുക. ഇപ്പൊ VK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹത്തിന്റെ ഏത് വിവാദവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒരു വിവാദ നായകനായത്? അദ്ദേഹം ഐസ്ക്രീം എന്ന് പറയുന്നത് കേവലം നമുക്കറിയാലോ, നമ്മൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കില്ല. അദ്ദേഹവുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഇവിടുത്തെ 2 മുന്നണികളും. അതുപോലെ തന്നെ നമ്മുടെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി, പിന്നെ കേരളത്തിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ ഈ പ്രജ്വൽ രേവണ്ണയെ കാണിച്ചുകൊണ്ടൊന്നും BJPയെ സദാചാരബോധം പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സഖ്യകക്ഷി എന്ന രീതിയിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ നിയമപരം അദ്ദേഹം നേരിടേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ദക്ഷിണേന്ത്യയിലെ സാധ്യത എന്ന് പറയുന്നത് വലിയ സാധ്യത തന്നെയാണ്. ഇപ്പൊ കർണാടക, ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടി ഉണ്ടെങ്കിലും ഈ പാർലമെന്റിൽ ആ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി മാറുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ള തൂത്തുവാരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കർണാടക. പ്രത്യേകിച്ച് തമിഴ്നാട് ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, തെലുങ്കാന ആയിക്കോട്ടെ, ഉറപ്പായിട്ടും BJPക്ക് 50+ സീറ്റുകൾ കിട്ടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിനടക്കം BJP അക്കൗണ്ട് തുറന്നുകൊണ്ട് തമിഴ്നാട്ടിൽ അവർ ഉദ്ദേശിക്കുന്ന 10+25% വോട്ട് എന്നുള്ളതാണ്. അണ്ണാമല അവിടെ ഉയർത്തുന്ന വലിയൊരു ട്രെൻഡ് ഉണ്ട്. BJP അണ്ണാമല ഉയർത്തുന്ന തമിഴ്നാട്ടിൽ, കാരണം തമിഴ്നാട്ടിൽ നമ്മൾ ചെറിയ സീറ്റുകളൊന്നും ഉള്ളത്, വലിയ
വലിയ രീതിയിലുള്ള സീറ്റുള്ള സ്ഥലമാണ് തമിഴ്നാട്. അപ്പൊ തമിഴ്നാടും കർണാടകയും തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒക്കെ BJPക്ക് അനുകൂലമായി ചിന്തിക്കുകയും 50+ സീറ്റുകൾ അവിടെ നേടിക്കൊണ്ട് BJP വലിയ രീതിയിൽ സൗത്ത് ഇന്ത്യയിലും സ്വാധീനം ഉറപ്പിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് BJP ഇതിനെ കാണുന്നത്. അതിന്റെ നേട്ടം ഈ കേരളത്തിലും അതിന്റെ അലേർട്ടുകൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് സൗത്ത് ഇന്ത്യയും BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യമായിട്ട് മാറും. ആ മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. വളരെ നന്ദി മാഷി, ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചു. സന്തോഷം. രാജ്യത്ത് BJPയുടെ ഒരു തരംഗം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പുറത്ത് വിടുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ രാജ്യം 60 വർഷത്തിന് മുകളിൽ ഭരിച്ച കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സഖ്യകക്ഷികൾ എല്ലാവരും കൂടിയിട്ട് എന്താണ് ഇവിടെ നടത്തിയത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് കേരളത്തിലുള്ള മീഡിയ വൺ അടക്കമുള്ള പല ചാനലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദേശീയവാദികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കാനുള്ള നിർബന്ധ ബുദ്ധിയിലേക്ക് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിലാണ് ഇങ്ങനെ ഓരോ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ പുറത്തുവിടുന്നത്. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിൽ മീഡിയ വൺ അടക്കമുള്ള പല ചാനലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ അത് ഇന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം പോലെയാണ് എന്ന് മാത്രമേ നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളൂ. നരേന്ദ്രമോദി ഒരു കാരണവശാലും 2024 തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പ്രധാനമന്ത്രിയാകില്ല. അത് രാഹുൽ ഗാന്ധിയുടെ ഉറപ്പാണെന്ന് പറയുന്ന രീതിയിലുള്ള മണ്ടത്തരങ്ങൾ നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇവരെ പോലുള്ള മാധ്യമങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം. വന്ദേ മാതരം.